നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പാം സൺഡേ, അതായത് ഓശാന ഞായറാഴ്ച ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പം നാട്ടിലേക്കാണെങ്കിൽ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, പള്ളിയിലൊക്കെ പോയതിനു ശേഷം എല്ലാവരും ആ ഒരു വിശുദ്ധ വാരത്തിന്റെ ആഘോഷങ്ങളുടെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പലർക്കും ഈ ആഴ്ച എന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് വരുവാനും അതല്ലെങ്കിൽ ചില ഉത്കൃഷ്ടമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു വീക്കാണ് ഈ ഒരു ഹോളി വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും നമ്മൾ വീടുകളിലേക്കും നമ്മുടെയൊക്കെ റൂട്ട്സുകളിലേക്കുമൊക്കെ തിരികെ പോകുന്ന ഒരാഴ്ച കൂടിയാണ് ഇത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ നമ്മുടെ പള്ളിയിൽ പോകുവാനും കൂടുതൽ ആൾക്കാരെ കാണുവാനും നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ളവരോട് കൂടി തന്നെ ഈസ്റ്റർ ആഘോഷിക്കുവാനും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്ന ഈ ആഴ്ചയിലെ ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. യെസ്, നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് അമേരിക്കൻ കഫേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമ്മളുടെ കൂട്ടിന് ഒരു വാനമ്പാടി കൂടിയുണ്ട്. ഈ വാനമ്പാടി എന്ന് പറയുന്നത് ഒരു കഥയിലെ നായികയാണ്. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന കഥയിലെ നായികയാണ്. അപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് കുറേ മലകളും കുറേ നല്ല പുഴകളും ഒക്കെയുള്ള ഒരു നല്ല സ്ഥലത്ത്, ഒരു നല്ലൊരു ഗാർഡനിൽ ഒരു ദിവസം ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാനമ്പാടി അവിടെ തന്നെ താമസിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു ചെറിയൊരു സ്റ്റുഡൻ്റാണ്, ഒരു കോളേജിൽ പോകുന്ന ഒരു ചെറിയ സ്റ്റുഡൻറ്റ്. ഇയാൾ എന്തിനാണ് കരയുന്നത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനമ്പാടിക്ക് അയാൾ സ്വയം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. എന്താണെന്നറിയാമോ? അതായത് ആ രാജ്യത്തെ രാജാവ് അന്ന് അവിടെ വലിയൊരു ബോൾ ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബോളിന് ഇയാൾക്ക് ഡാൻസ് ചെയ്യണം. അങ്ങനെയാണല്ലോ യുവാക്കളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോകുന്നത്. എന്തിനാണ്? പൊതുവെ അവർക്ക് ഇഷ്ടമുള്ളവരെ കാണുവാനും അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ കുറച്ച് ജാടയൊക്കെ കാണിക്കാനും വേണ്ടിയിട്ടൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഒരു ബോളിന് ഡാൻസ് ചെയ്യണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരി അവൾ പറഞ്ഞിരിക്കുകയാണ്, ഈ ബോളിന് ഞാൻ നിന്റെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ചുവന്ന റോസാപ്പൂവ് വേണമെന്ന്. അപ്പോൾ ആ ഗാർഡനിൽ മുഴുവൻ തിരഞ്ഞിട്ടും അവനൊരു ചുവന്ന റോസാപ്പൂവ് കിട്ടിയില്ല. ഇതോർത്തിട്ടാണ് ഇവൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. അപ്പോൾ നൈറ്റിംഗേൽ സ്വയം പറയുകയാണ്, ഈശ്വര, ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചതും പാടിയതും ഒക്കെ ഒരു യഥാർത്ഥ കാമുകനെ അല്ലെങ്കിൽ ഒരു പ്രണയിതാവിനെ കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നിതാ ഞാൻ അവനെ കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കവനെ സഹായിക്കുവാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ. ഒരു ചുവന്ന റോസാപ്പൂവ് ഇവിടെ എവിടെയും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഇയാൾ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാമുകൻ അയാൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര ചെറിയ കാര്യങ്ങളാണ് അല്ലേ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഇത്രയും ചെറിയൊരു കാര്യമായിട്ട് പോലും, ഈ ഒരു തോട്ടത്തിൽ ഇത്രമാത്രം പൂക്കളുണ്ടായിട്ട് പോലും ഒരു ചെറിയ റോസാപ്പൂവ്, അതും ഒരു ചുവന്ന റോസാപ്പൂവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സങ്കടപ്പെടേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിച്ച് അയാൾ വീണ്ടും ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെയുള്ള മറ്റ് ജീവികൾ, അതായത് ഒരു ചെറിയ ലിസർഡ്, അതുപോലെ ഒരു ബട്ടർഫ്ലൈ, ഇവർക്കൊക്കെ ചിരി വരികയാണ്. ദൈവമേ, ഇത്ര ചെറിയ കാര്യത്തിന് ഇരുന്നുകൊണ്ട് ഇവൻ കരയുന്നത് എന്തൊരു വിഡ്ഢിയാണെന്ന് പറഞ്ഞു. പക്ഷെ നൈറ്റിംഗേലിന് മാത്രം ഇവൻ്റെ വിഷമം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നൈറ്റിംഗേൽ അവിടെ നിന്ന് പറന്ന് ആദ്യം കണ്ട ഒരു റോസാ ചെടിയുടെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് റോസാ ചെടിയോട് ചോദിച്ചു, നിനക്ക് എനിക്കൊരു നല്ല ചുവന്ന റോസാപ്പൂവ് ഗിഫ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ പ്ലീസ് എന്ന്. അപ്പോൾ റോസാ ചെടി പറഞ്ഞു, ശരിയാണ്, എനിക്ക് റോസാപ്പൂവ് നൽകാൻ പറ്റും. പക്ഷെ എൻ്റെ റോസാപ്പൂവ് വെള്ള നിറത്തിലുള്ളതാണ്. അത് കടലിലെ തിരമാലകളെ പോലെ വെള്ള നിറം, അതല്ലെങ്കിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും മനോഹരമായ മേഘത്തുണ്ടിനേക്കാൾ വെള്ള നിറമുള്ളതാണ് എൻ്റെ റോസാപ്പൂക്കൾ. അതുകൊണ്ട് എനിക്ക് വെള്ള റോസാപ്പൂക്കളാണെങ്കിൽ നിനക്ക് തരാൻ സാധിക്കും, പക്ഷേ ചുവന്ന റോസാപ്പൂക്കൾ എനിക്ക് നൽകാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഈ ഒരു നൈറ്റിംഗേലിന് വീണ്ടും സങ്കടം വരികയാണ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആലോചിച്ച് ദുഃഖിച്ച് ഇരിക്കുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു കോളറല്ല, യെസ്, കോളർ തന്നെയായിരുന്നു അത്, വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നൈറ്റിംഗേൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? ന്യൂജേഴ്സിയിൽ നിന്നും ആനന്ദാണ്. ന്യൂജേഴ്സിയിൽ നിന്നും പേര് പറയൂ. ആനന്ദ്. ആനന്ദ്,
ജീവിതം എങ്ങനെ ആനന്ദഭരിതമാണോ? അതെ, വളരെ ആനന്ദഭരിതമാണ്. ഓക്കെ, നാട്ടിലെവിടെയാണ് വീട്? എറണാകുളം. എറണാകുളം. ഇവിടെ ആരൊക്കെയുണ്ട് ഇപ്പൊ? ആനന്ദിന്റെ ഒപ്പം ആരൊക്കെയാ ഉള്ളത്? വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. വൈഫുണ്ടോ അടുത്ത്? അതെ, കൊടുക്കാം. ഓ, കൊടുക്കും. അവൾ നാണിച്ചോടിപ്പോയി. ഷോ, ആനന്ദിന്റെയും വൈഫിന്റെ പേരെന്താണ്? സുചിത്ര. സുചിത്ര. ആനന്ദിന്റെയും സുചിത്രയുടെയും വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതെ. ആണോ? ഇതേപോലെ പെണ്ണ് കാണാൻ ചെന്ന സമയത്തും വൈഫ് ഇതുപോലെ നാണിച്ചോടിപ്പോയോ? ഇല്ല, അപ്പൊ ഞാനാണ് ഓടിപ്പോയത്. എന്ത് പറ്റി? എന്നായിരുന്നു ആ സംഭവം? ഒന്ന് പറയൂ, കേൾക്കട്ടെ. ഇല്ല, ഇത് ഒരു 10-15 വർഷമായി. ഇപ്പൊ അത്ര നല്ല ഓർമ്മയില്ല. എങ്കിലും ഓർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ, പറയൂ. ഓർമ്മിക്കാൻ ഞാൻ ആക്ച്വലി വിളിച്ചത് എന്റെ ഇളയ മോൾക്ക് ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്നൊരു പാട്ട് കേൾക്കണം, അതിനാണ്. അയ്യോ, നമ്മുടെ ഫസ്റ്റ് സോങ് അതായിരുന്നല്ലോ, കണ്ടില്ലേ? ഇത് മറ്റേ ഒരു മുത്തേ പൊന്നെ പിണങ്ങൻ. ഓ, മേശയിലൊക്കെ കൊട്ടിക്കൊണ്ട് പാടുന്നല്ലേ? അതെ. ഓക്കെ, മോൾ ആ പാട്ട് പാടുവോ? പാടും. ഓക്കെ, മോൾക്കൊന്ന് ഫോൺ കൊടുക്കൂ. മോളും നാണിച്ചോടിപ്പോയി. വീട്ടിൽ മൊത്തത്തിൽ നാണമാണ്. അതെ, ഞാൻ ഒഴികെ. ഓക്കെ ഓക്കെ. 2 കുട്ടികൾ എന്നല്ലേ പറഞ്ഞ? 2 കുട്ടികളുടെ പേരൊന്ന് പറയുവോ? മൂത്താളുടെ പേര് ദേവിക, ഇളയാളുടെ പേര് അദ്വിക. ഇളയാളുടെ പേര് അദ്വിക. അദ്വിക. അദ്വിക എന്ന പേരിന്റെ മീനിങ് എന്താ? യുണീക്ക്. യുണീക്ക്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പേരാണ് അദ്വിക. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ അദ്വിക എന്ന പേര്. ഇപ്പൊ എല്ലാവർക്കും പേരുകൾ ചൂസ് ചെയ്യുമ്പോഴേക്കേ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിംസ്, അത് മാത്രമല്ല കുറേ ലാംഗ്വേജസിൽ ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുള്ള പേരുകളൊക്കെ ചൂസ് ചെയ്ത് കേൾക്കാറുണ്ട്. അതായത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ഒക്കെ ആയിരിക്കും അല്ലേ? പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു ഗ്രാൻഡ് മദറിന് ഒരു പേരുണ്ടെങ്കിൽ കൊച്ചുമക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആ പേരിടുക, ഗ്രാൻഡ് ഫാദറിന്റെ പേരുണ്ടെങ്കിൽ അതിടുക. ആ ഒരു സ്ഥിരം ഫോമാറ്റ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പൊ പേരുകളുടെ കാര്യത്തിലേക്ക് മലയാളികൾ വളരെ എന്താ പറയാ, വളരെ നോവൽറ്റി സീക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോരോ ദിവസങ്ങൾ ചെല്ലും തോറും അല്ലേ? ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഒരു സോങ് ഇല്ലേ, നമ്മളിപ്പോ ഓൾറെഡി ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്ന് ഒരു സോങ് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സോങ് നമുക്ക് നല്ലൊരു സോങ് പ്ലേ ചെയ്യാം. പക്ഷെ ആനന്ദേട്ടൻ ഈ പറഞ്ഞ സോങ് പാടാൻ പറ്റുമോ? ഇല്ല, എനിക്കറിയില്ല. ഞാൻ പാട്ടിന്റെ ഇന്ന് ആക്ച്വലി എനിക്ക് എന്റെ തൊണ്ട അത്ര ശരിയല്ല, ഇല്ലെങ്കിൽ ഞാനത് കൈകാര്യം. ആണോ? തൊണ്ട ശരിയല്ലാത്തപ്പോഴും പാടാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ നാട്ടിലൊക്കെ പാടുന്നത്? ഇന്നൊരു ദിവസം വേണ്ട, ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ ആവട്ടെ. ആണല്ലേ? അതിനു വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വിളിക്കാം അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളോട് സംസാരിക്കാൻ വേറെ ആരെങ്കിലും അടുത്തുണ്ടോ? ആരുമില്ല, എല്ലാവരും നാണിച്ചോടി. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മളുടെ സ്നേഹാന്വേഷണങ്ങൾ പറയാം. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾക്ക് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു നല്ല ഗാനം, അതായത് ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഒരു കൊട്ടിപ്പാട്ടില്ലേ, അത് തന്നെ എന്തായാലും നമ്മളിപ്പോൾ പ്ലേ ചെയ്യാം. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു മൂവിയിൽ നിന്ന് ഒരു സോങ്ങേ നമ്മൾ പ്ലേ ചെയ്യാറുള്ളൂ. ബട്ട് സ്റ്റിൽ മോളുടെ കാര്യത്തിൽ ഇപ്പൊ മോൾക്ക് ഇത്ര ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് ഇതിന് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു സോങ് പ്ലേ ചെയ്യാം. അപ്പോൾ ഏവരും കാണൂ, ആസ്വദിക്കൂ. തിരിച്ചെത്തൂ അമേരിക്കൻ കഫേയിലേക്ക്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അമേരിക്കൻ കഫേയിലേക്ക്. അപ്പോൾ ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സോങ് മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ് കൊട്ടിപ്പാടുന്ന ഒരു സോങ്ങിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഉള്ളത് അല്ലേ? പണ്ടൊക്കെ നമ്മൾ മൂവീസിലെ സോങ്സ് കാണാന്ന് പറഞ്ഞ് ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുന്നത് കേട്ടോ. ഇപ്പോൾ കമലഹാസൻ്റെ ഒക്കെ സിനിമയിലൊക്കെയുള്ള സോങ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ പുറകിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-30 പേര് എന്തായാലും മിനിമം ഉണ്ടാവും. ഇവർ ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യണം, അതുപോലെ പുറകിൽ നിന്നിട്ട് കുറേ പേരിങ്ങനെ എന്താ പറയുക കോറസ് ആയിട്ട് ഡാൻസ് ചെയ്യണം. പിന്നെ വലിയ മലകൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന സോങ്സ് ആണ് ഇപ്പോൾ മലയാളത്തിൽ കൂടുതൽ വരുന്നത്. നമ്മൾക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 യെസ്, ആരാണ് സംസാരിക്കുന്നത്? റോബിൻ, ന്യൂയോർക്കിൽ നിന്ന്. ഓക്കെ, റോബിൻ എന്ത് ചെയ്യുന്നു? ഞാൻ ജോലി ചെയ്യുന്നു. എന്താണ് റോബിന്റെ ജോലി? ടെൽ മീ അബൌട്ട് യുവർ ജോബ്. I'm a taxman, so nobody wants to not hear me out. Okay. So, എത്ര വർഷമായി ഒരു പ്രൊഫഷണൽ റോബിൻ നിൽക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷം. 10 വർഷം. സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ റോബിന് തോന്നിയിട്ടുണ്ടോ ഐ വോണ്ട് ടു ചേഞ്ച് ദിസ് ജോബ്, ഐ വോണ്ട് ടു ഡു സംതിങ് എൽസ് എന്നൊക്കെ?
absolutely. December to April, എനിക്ക് തോന്നുന്നൊരു ഫീലിംഗ്. I should change this. You should change the job now. Absolutely, anytime. ഓക്കെ, ചെറുതിലൊക്കെ ഐ മീൻ ചെറിയൊരു കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് റോബിന് എന്താവാനായിരുന്നു ആഗ്രഹം? എന്റെ പ്രൊഫൈൽ, എന്റെ പേഴ്സണാലിറ്റി, ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. ഓക്കെ, സോ I go very well with people, so I can be a good I am a good communicator, so I can be a good trainer. മോട്ടിവേഷണൽ സ്പീക്കർ, ലൈഫ് ട്രെയിനർ, ലൈഫ് സ്റ്റൈൽ ഗുരു, അങ്ങനെയൊക്കെ ഒരു ഒരു പ്രൊഫഷൻ ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്? കുറച്ച് കടന്നു പോയോ ഇല്ലെന്നൊരു സംശയം. See, I'm serious. See, ഇതിപ്പോ പഴയ കാലത്തേക്ക് ലൈക്ക് ബിഫോർ ലൈക്ക് വാട്ട് യു സേ ഒരു 20 years ഒരു 25 years ഒക്കെ മുൻപായിട്ട് നമ്മൾ മലയാളി പേരൻസിന്റെ അടുത്ത് ആരെങ്കിലും അടുത്ത് ചെന്ന് പറയാന്ന് വിചാരിച്ചു, സി ഐ വോണ്ട് ബി എ മോട്ടിവേഷണൽ സ്പീക്കർ, ഐ വോണ്ട് ബി എ ലൈഫ് സ്റ്റൈൽ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് മനസ്സിലാവാൻ പോകുന്നില്ല, ഇല്ലേ? വാട്ട് യു തിങ്ക്? പത്തിലടുത്ത് അടിക്കാനോ തോന്നുന്നു. സത്യം സത്യം. ഇപ്പോ നമ്മുടെ അതിനുശേഷം മേ ബി ഒരു റീസെന്റ് ഒരു 5 to 10 years അതും നമ്മുടെ ജനറേഷൻ ഉള്ളവർ മാത്രമേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ മേലെയുള്ള ജനറേഷൻ ഉള്ളവർക്കൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ ജോബ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കും. യുനോ, അത് വെറുതെ നിന്ന് സംസാരിക്കല്ലേ എന്നൊരു തോന്നലുണ്ടാവുന്നത്. ബട്ട് ദ വർക്ക് യു ഡു ഫോർ ഇറ്റ്, yes, the research you have to do for that, the way you train yourself, നിങ്ങളുടെ ഒരു സോൾ, മൈൻഡ്, നിങ്ങളുടെ ഒരു ഫിസിക് എല്ലാം അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും അത്ര മനസ്സിലാവില്ല. What do you think? See, the point is the way Indian parents raise their kids. Okay. ഒരു saying on English, listen to your heart. Yes. Right? So നമുക്ക് രണ്ട് ഡിമെൻഷനേ ഉള്ളൂ. ഒന്നിൽ എഞ്ചിനീയർ ആകുക, അല്ലെ ഡോക്ടർ ആകുക, നോ മാറ്റർ വാട്ട്. Absolutely, I agree with you. അത് ചെയ്യാൻ ആർട്ടിസ്റ്റിക് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ലൊരു ചിത്രകാരനായിരിക്കും, ഒരാൾ നല്ലൊരു പാട്ടുകാരനായിരിക്കും, പക്ഷെ വി ഡു നോട്ട് പ്രൊമോട്ട്. യെസ്, എക്സാക്ട്ലി. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ 10 പേരും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ പറയുണ്ടാവുള്ളൂ, അല്ലേ? മറ്റുള്ള ജോബ്സ് രണ്ട് you are evaluated by the marks you score in 10th or 12th or whatever. Exactly. എനിക്കും അത് അല്ലാതെ എന്റെ ഇൻട്രിൻസിക് ടാലന്റ് നോക്കുന്നു ആരും എന്നെ പ്രൊമോട്ട്, ഐ മീൻ എന്നെ പറഞ്ഞാൽ നോബഡി ഡസ് ദാറ്റ്. യെസ്, മേ ബി അതൊരു ഞാൻ പറഞ്ഞില്ല ഒരു കാലഘട്ടത്തിന്റെ കൂടെ പ്രത്യേകതയാണ്. യുനോ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് ഏജ്. ഇപ്പോഴാണെങ്കിൽ കുറെ കൂടെയൊക്കെ എന്താ പറയാ, കുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് ധൈര്യത്തോടെ അത് പറയാം. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് പോയിട്ടുള്ളവർ സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസ്, അവരുടെ സക്സസ്ഫുൾ സ്റ്റോറീസ് കുറെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പേരൻസിന് പതുക്കെ ഒരു വിശ്വാസം വരാൻ തുടങ്ങി. സി, ഇങ്ങനെ ആകാം. ഓക്കെ, പറയൂ. പക്ഷേ whoever chose what their heart spoke has always been successful. ഓക്കെ, അത് ശരിയാണ്, ഞാനും അതിനോട് എഗ്രി ചെയ്യുന്നുണ്ട്. അത് ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അത് ആർട്ട് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, അവരുടെ ഹാർട്ടിനനുസരിച്ച് അവർ പോയവർ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഹിസ്റ്ററി ഇസ് എ ബിഗ് വിറ്റ്നസ് ഫോർ ദാറ്റ്. ഹിസ്റ്ററി, ഐ മീൻ യു ടേക്ക് ഹിസ്റ്ററി ഓഫ് ഓൾ സക്സസ്ഫുൾ പീപ്പിൾ, ഐ മീൻ ഇറ്റ്സ് എ ബിഗ് വിറ്റ്നസ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ടോ, റോബിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമ്മൾ ഇന്ത്യൻ കിഡ്സ് എസ്പെഷ്യലി നമ്മൾ മലയാളി കിഡ്സിന്റെ കാര്യത്തിൽ നമ്മളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കൂടുതലും പേരൻസ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോലും പോവാതെ ശരിയാണ്, അങ്ങനെ ഒരു കാര്യം മാത്രം മതി അല്ലെങ്കിൽ അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ ശരി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പലപ്പോഴും കുട്ടികൾ പോകുന്നതെന്ന്? ബേസിക്കലി ഞാനിത് പറഞ്ഞാല് it comes from parenting, you know. It depends on how your parents are exposed to and what your parents are exposed to. Okay. If your parents are artistic, more liberal, neoliberal, they will give you an opportunity to decide your course of action. അല്ലാതെ വരുന്നവർക്ക് എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെ at best nurse അല്ലെ pharmacist. Exactly. They're more
it's a bigger topic because entrepreneurship is something which is missing. From our Malayali community, how many entrepreneurs you have? ശരിയാണ്. ഇപ്പോഴിപ്പോ പതുക്കെ കുറെ കൂടെ കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ അങ്ങനെ ഒരു കാര്യം വേണമെന്ന് നിർബന്ധത്തോടെ പറയുന്നുണ്ട്. ലൈക്ക് ഇന്റർനെറ്റിലൊക്കെ ആണെങ്കിലും സക്സസ്ഫുൾ സ്റ്റോറീസ് എടുത്ത് പേരൻസിനെ കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴുണ്ട്. മുൻപെന്ന് പറയുന്നത് അത് അത്രയ്ക്കില്ല. ലൈക്ക് ഒരു സാധാരണ ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലുള്ള ആണെങ്കിൽ പോലും പേരൻസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വലിയ അറിവില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ ന്യൂ മീഡിയ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ടി വിയിലൊക്കെ ആണെങ്കിലും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനും അതുപോലെ അവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ തിങ്സ് ആർ ചേഞ്ചിങ്. ഹോപ്പ്ഫുള്ളി ഇനി ഒരു അടുത്തൊരു 10 years ഇതിനകത്തില് ഞാൻ ഒരു കാര്യം പറയട്ടെ, മഹത്വതിയല്ല. ഇതിനകത്തില് നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കോൺട്രിബ്യൂഷനും ആൻഡ് പീപ്പിൾ ലൈക്ക് യു ഹാവ് ലെഡ് ദ വേ. I don't know how many people realize this. Is it? Thank you. I don't know how many people globally, how many Malayalis realize people like you, people like your husband have led the way. Thank you. Your husband is I know your husband personally. He's a very successful person. I have spoken to him for length. Is it? No? Oh, obviously. When you were in the UK, studying for the MBA program. Okay, so I wasn't that. Somehow I lost it now. ഓ സീരിയസ്ലി. അപ്പോൾ എന്നെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ റോബിൻ, ലൈക്ക് നമ്മളിവിടെ ഇപ്പം 15 years മുമ്പ് ആദ്യമായിട്ട് ടി വിയിൽ ഷോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പലരും എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ടി വിയിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ജോലിക്കൊക്കെ എന്താ ഒരു ഗുണമുള്ളത് എന്ന്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മമ്മി അപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ പറഞ്ഞു, ശരി അവൾക്ക് ഇഷ്ടമുള്ള കാര്യം അവൾ ചെയ്യട്ടെ എന്ന്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുന്ന പേരൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മറ്റൊരു ഭാഗ്യം. പക്ഷെ എങ്കിലും ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അത് പലപ്പോഴും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും റോബിനെ പോലെയുള്ള ഒരാൾ അത് മനസ്സിലാക്കിയെന്നും അറിഞ്ഞെന്നും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നും മനസ്സിലാക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും പലപ്പോഴും ഉണ്ടല്ലോ, ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പലപ്പോഴും യു ടച്ച്ഡ് അപ്പോൺ വൺ പോയിന്റ്, വാട്ട് we don't know what we are doing for why we are, like, you know, end of the day, from you are hosting a program that gives you happiness and contentment. Exactly. അതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. Exactly. We all live for that, അല്ലേ? Yeah, end of the day, whatever you're doing, okay, I know it's a lot of hard work. People don't know that. It's a lot of hard work. But I'll say this, the end of the day, when you go to bed or when you drive back, you feel happy. Okay, I did a very good job. Yes. You're successful. Yes, exactly. Our point to reach young courses struggle under. Okay? That's it. No matter what, whether you want to be a medicine, doctor or whatever, എല്ലാത്തിനും സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ആൾക്കാർ സക്സസിനെ മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, എസ്പെഷ്യലി ഇന്ത്യൻ കമ്മ്യൂണിറ്റി, സ്പെസിഫിക്കലി മലയാളി കമ്മ്യൂണിറ്റി. മോണിറ്ററി വൈസ് ആണ് അല്ലേ? പല കാര്യങ്ങളും മോണിറ്ററി വൈസ് മാത്രമേ മെഷർ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ മലയാളികൾ. അവർക്ക് മെഷർ ചെയ്യാൻ അറിയില്ല. എക്സാക്ട്ലി. ബട്ട് ഹോപ്പ്ഫുള്ളി നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ നമ്മൾക്ക് കുറെ കൂടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ലൈക്ക് as I told you, ഞാൻ പറഞ്ഞില്ലേ, people like you, people like your husband, you are the thought bearers and you are the and ഇത് കഞ്ഞുവാക്കല്ല. I'm saying that with a lot of respect. Thank you. People like you led the way. Thank you very much. Television anchoring industry, television programming industry, people don't know what you underwent and where you are right now. Okay? Thank you very much, Robin. People have a different perspective. Thank you very much. See, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് കേട്ടോ പറയുന്നത്. ലൈക്ക് ഇത്രയും നാളും പ്രോഗ്രാം ചെയ്തിട്ട് ഇതുപോലെ നമ്മളുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കോളർ ഇതിനു മുമ്പ് ഇത്രയും അധികം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ റോബിൻ ലൈഫിൽ എല്ലാവിധ നല്ല സക്സസും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഇഷ്ടമാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കൂടെ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾക്ക് നെക്സ്റ്റ് സോങ് കാണാം, അമേരിക്കൻ കഫേൽ. അതിനുശേഷം തിരിച്ചെത്താം. നമ്മൾ ഇത്ര മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വാനമ്പാടിയുടെ കഥ.
അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ അയാളെ സഹായിക്കണമെന്ന് കരുതി വാനമ്പാടി രണ്ടാമത്തെ റോസാച്ചെടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എനിക്കൊരു ചുവന്ന റോസാപ്പൂവ് തരുമോ എന്ന് ചോദിച്ചു. അപ്പം രണ്ടാമത്തെ റോസാച്ചെടി പറഞ്ഞു, എന്ത് ചെയ്യാം, ഞാൻ നല്ല റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ മഞ്ഞ നിറമാണുള്ളത്. അതായത് ഏറ്റവും ഭംഗിയുള്ള ആംബറിൻ്റെ നിറമുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ തെളിമയുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് എനിക്കുള്ളത് എന്ന്. അതുപോലെ തന്നെ മൂന്നാമത്തെ റോസാച്ചെടിയുടെ അടുത്തേക്ക് ചെന്നു. മൂന്നാമത്തെ റോസാച്ചെടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖിച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും ആ റോസാച്ചെടി പറഞ്ഞു, എനിക്ക് നല്ല ചുവന്ന റോസാപ്പൂക്കൾ ഉണ്ടാവാറുണ്ട്. അത് പവിഴമുത്തുകളേക്കാളും വളരെ നല്ല ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂക്കളാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു മഞ്ഞും തണുപ്പുമൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ച് അവശരായി, കാറ്റ് വന്നിട്ടും അല്ലെങ്കിൽ മഞ്ഞുതുള്ളികൾ നിറയെ വീണിട്ടുമൊക്കെ എൻ്റെ ഓരോ ഞരമ്പുകളും മരവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു റോസാപ്പൂവ് നൽകുവാൻ കഴിയില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാനമ്പാടിക്ക് വീണ്ടും സങ്കടം വന്നു. വാനമ്പാടി ചോദിച്ചു, ഞാൻ എന്ത് വേണമെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കാം, പക്ഷെ നീ പറയൂ, നിന്റെ സിരകളെ ചൂട് പിടിപ്പിക്കുവാൻ, നിന്റെ ഞരമ്പുകൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന്. അപ്പോൾ റോസാച്ചെടി പറഞ്ഞു, നിന്നോട് ഇത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രമാത്രം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഈ ഞരമ്പുകൾക്ക് ജീവൻ വരുവാൻ, ബലം കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു നല്ല മൂൺലിറ്റ് ആയിട്ടുള്ള ഒരു രാത്രിയിൽ, അതായത് നിറയെ നിലാവുള്ളൊരു രാത്രിയിൽ നിന്റെ നെഞ്ചിൽ നിന്നുള്ള രക്തം കൊണ്ട് എന്നെ മുഴുവൻ എൻ്റെ ഈ ശിഖരങ്ങളും ഇലകളും മുഴുവൻ നനച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ എനിക്കങ്ങനെ ശക്തിയും ബലവും ഒക്കെ തന്നാൽ എൻ്റെ ചെടികൾക്ക് തിരിച്ച് നല്ലൊരു റോസാപ്പൂവിനെ നൽകുവാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാനമ്പാടിക്ക് വീണ്ടും സങ്കടം വന്നു. ഒരു റോസാപ്പൂവിന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുകയോ? പക്ഷെ വീണ്ടും വാനമ്പാടി ഓർത്തു, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിനേക്കാളും വിലയുള്ളതല്ലല്ലോ ഒരു പാവം പക്ഷിയുടെ ഹൃദയം എന്ന്. അങ്ങനെ അന്ന് രാത്രി വാനമ്പാടി നിലാവുദിച്ച സമയത്ത് ഈ റോസാച്ചെടിയോടെ ചേർന്ന് നിന്നുകൊണ്ട് പാട്ടുകൾ പാടുവാൻ തുടങ്ങി. ആ പാട്ടിങ്ങനെ കേട്ടിരിക്കുമ്പോൾ റോസാച്ചെടിക്ക് പുതിയൊരു ഉണർവ് വരുന്നത് പോലെയും തോന്നി. പക്ഷെ ആ ഒരു സംഗീതം ശ്രവിക്കുന്നതിന് മുൻപ് നമ്മളെ കാത്ത് നല്ലൊരു സോങ് ഉണ്ട്. അമേരിക്കൻ കഫേയിൽ കാണാം, ആസ്വദിക്കാം, തിരിച്ചെത്താം. ഹലോ ഹലോ, യെസ്, ആരാണ് സംസാരിക്കുന്നത്? ഹായ്, ഇത് ജിംഷയ. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് ന്യൂയോർക്കിലെ വിശേഷം? ഇവിടെ നല്ല വിശേഷാ. പറയൂ. എന്റെ അമ്മയ്ക്കാണ് ഏറ്റവും ഭയങ്കര നിർബന്ധമാണ് ഫോൺ വിളിക്കുന്ന പറഞ്ഞു. ഒരു വട്ടം വിളിച്ച് എന്റെ കൈ തന്നു. ഞാൻ പറഞ്ഞ അമ്മ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അമ്മ ഓടിക്കളഞ്ഞു. പിന്നെ ഇത് രണ്ടാമത്തെ കേട്ടോ. അപ്പൊ ഞാൻ എന്നെ നിർബന്ധിക്കുക സംസാരിക്കുന്നത്. അമ്മയുടെ പേരെന്താ? രണ്ടാമത് വിളിച്ചേ. അമ്മയുടെ പേര് സരസ്വതി. സരസ്വതി അമ്മേ, വരൂ, സംസാരിക്കൂ, ഞാൻ കാത്തിരിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ നാട്ടിലുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാം ഒരു പാട്ട് വെക്കണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, എന്റെ അടുത്ത് സംസാരിച്ചാലേ അത് പറ്റൂ. ആണോ? ഒന്ന് വിളിക്കൂ പ്ലീസ്. അമ്മ സംസാരിക്കണോ? ഹലോ ഹലോ ആന്റി. ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? പരിപാടി കാണും. ആണോ? എന്നിട്ട് എന്താ ഇത്ര വൈകിയ വിളിക്കാൻ? ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് മടിയായിരുന്നു. ഞാൻ ഇവളടുത്ത് പറയും, മോളടുത്ത് പറയും എപ്പോഴും വിളിയെന്ന്. നാട്ടിലെവിടെയാ വീട്? നാട്ടില് കൊല്ലം. ആഹാ. ഇപ്പൊ ഇവിടെ നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കാണ്. ഞാൻ അറിഞ്ഞ അവിടെ ഭയങ്കര ചൂടാണ്. നാട്ടിൽ വിളിക്കും എല്ലാരും. എന്റെ നാട്ടിലെ എല്ലാം അവിടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയണ്ടല്ലേ? ഇങ്ങനെ എല്ലാം അറിയും. ഓക്കെ ആന്റി, എത്ര കാലമായി ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട്? ഞാൻ ഇപ്പൊ ഇവിടോട്ട് വന്നിട്ട് ഇപ്പൊ 1 വർഷം ആകാറായി. 1 വർഷം ആവാറായി. ഇനിയിപ്പോ ദാ വിഷു ഒക്കെ അടിക്കണു. വിഷുവിന്റെ ഒക്കെ തിരക്കുകളൊക്കെ അവിടെ അധികം ഉണ്ടാവില്ല അല്ലേ? ഇവിടെയും ഉണ്ട്, വിഷുവൊക്കെ ഉണ്ട്. ആണല്ലേ? വിഷുവൊക്കെ ഒരുക്കണോന്ന് പറഞ്ഞൊക്കെ ഇരിക്കുവാ. ആണല്ലേ? പൊതുവെ ആന്റി എങ്ങനെ വിഷു കണി ഒരുക്കാറുണ്ടോ അവിടെയും? പിന്നെ ഇവിടെ കൊല്ലത്ത് ഭയങ്കരമായിട്ട് ഒരുക്കും. ഇവിടെ എന്റെ മോള് ഇവിടെ ഇപ്പം വന്നിട്ട് എത്ര വർഷമായി മോളെ? 6 വർഷമായി. 6 വർഷവും വിഷു ഒരുക്കാറുണ്ട് അല്ലേ? ചെറിയ രീതിയിലാണെങ്കിലും.
നല്ല രീതിയിലെടുക്കും, നല്ല രീതിയിൽ. ആണോ? ഓ വെരി ഗുഡ്. ആന്റി വിഷുവിന് കേമമായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കോ? പിന്നെ ഞാൻ നാട്ടിലുണ്ടാക്കും. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യത്തെ വിഷുവാ വരുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നാട്ടിൽ നിന്ന് മാറി അവിടേക്ക് പോയപ്പോ നാട്ടിലുള്ള ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണാണ്ടിരിക്കുന്നോണ്ട് സങ്കടം ഉണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും വിളിക്കും. ഓക്കെ ഓക്കെ. എല്ലാ ദിവസവും അല്ലേ? എന്നും വിളിക്കും, എന്നും. ഓക്കെ. അപ്പൊ നാട്ടിലെ വിശേഷങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മുന്നിലത്തെ പോലെ ഒന്നും അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ആന്റിയൊക്കെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ തന്നെ 2 ആഴ്ച സമയം എടുക്കും. പിന്നെ ഇവിടുന്ന് ലെറ്റർ തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ 2 ആഴ്ച സമയം ഉണ്ടാവും. അപ്പൊ 1 മാസത്തെ വ്യത്യാസം ഉണ്ടാവും നമ്മൾക്ക് ന്യൂസ് അറിയുന്നതിന്റെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, എല്ലാം ജസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലേ? എന്നും രാവിലെ ആവുമ്പോ നാട്ടിലെല്ലാരെയും വിളിക്കും. ഓക്കെ. ആന്റിയുടെ മോൾ എവിടെ? മാരീഡ് ആണോ? ആണ്. ഓക്കെ. കുട്ടികളുണ്ടോ? കുട്ടികളായില്ല. ആയിട്ടില്ല അല്ലേ? ഇനിയിപ്പം എന്താ പറയാ, സാധാരണഗതിയിലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം കൊച്ചു കുട്ടികൾക്കാവും. അതാ ചോദിച്ചത്. ആയില്ല കേട്ടോ. അതൊക്കെ സമയമാകുമ്പോ ആകും അല്ലേ? അതല്ല, പൊതുവെ വിളിക്കുമ്പോഴേ ആന്റിയുടെ ഒക്കെ അത്രയും പ്രായമുള്ളവരാണെങ്കിൽ നിറയെ വിശേഷങ്ങൾ പറയുന്നത് കൊച്ചുകുട്ടികളെ പറ്റിയായിരിക്കും. വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ എന്താ ചെയ്തത്, അവരുടെ തമാശകൾ, അവരുടെ കുസൃതി, ഇതിനെ പറ്റിയൊക്കെ തന്നെയായിരിക്കും പറയാ. ഓക്കെ. നാട്ടില് സമയാവട്ടെ, സമയമാകുമ്പോ ആയിക്കോളും. നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ അല്ലെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ മാത്രം പോയാൽ പോരല്ലോ കാര്യങ്ങൾ അല്ലേ? ശരിയാ. അപ്പം ആന്റി മോൾക്ക് ഒന്നുകൂടെ ഫോൺ കൊടുക്കുവോ? ഓക്കെ. ഹലോ ഹലോ. എന്തായാലും അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അതെ, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. പിന്നെ ആൻഡ് പരിപാടി ഞാൻ പണ്ട് നാട്ടിലുള്ളപ്പോ പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അത് തൊട്ടേ കാണുന്ന കേട്ടോ. ഏതാ പ്രോഗ്രാമിന്റെ പേര് പറയാൻ പറ്റോ? ഒരുപാട് പണ്ടായിരുന്നു അത്. ഒരുപാട് കേട്ടോ, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോ. അതാ ഞാൻ പറഞ്ഞ മെയിലേസി എന്നായിരുന്നു പരിപാടിയുടെ പേര്. ചിലപ്പോ ആയിരിക്കും, ഞാൻ മറന്നുപോയി. ഓക്കെ. അപ്പൊ ഇനി പാട്ട് പറയാം. പറഞ്ഞു. എന്ന് നിന്റെ മൊയ്തീനിലെ കാത്തിരുന്ന് അതാ അമ്മയ്ക്ക് വേണ്ട പാട്ട്, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. മേ ബി അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ പ്രണയവും ജീവിതവും ഒക്കെ ഒരു നേർക്കാഴ്ചയായിരിക്കും. ഒരു സെക്കൻഡ് ധനീഷേ. നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ നിന്ന് പറയുന്നു അടുത്തത് വേറൊരു സോങ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോ ഹലോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ആന്റിയുടെ അടുത്ത് പറയൂ, ഈ ആഴ്ച ഇടാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് വീക്കിലെങ്കിലും ഇന്ന് നിന്റെ മൊയ്തീനില് നല്ലൊരു സോങ് ഇടാമെന്ന് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് സംസാരിക്കാനുള്ളതെല്ലാം പൂർണ്ണമായിട്ട് സംസാരിച്ചതിന് ശേഷമേ ഫോൺ കട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഒരുപാട് താങ്ക്സ് ഫോൺ ചെയ്തതിന്. ആന്റിയുടെ അടുത്ത് പ്രത്യേകം പറയൂ ഒരുപാട് താങ്ക്സ്. മാത്രല്ല ആദ്യം ഒരു ഇത്തിരി മടിയുണ്ടായിരുന്നെങ്കിലും സംസാരിച്ചല്ലോ. അപ്പൊ നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ ജീവിതവും നാടിനോടൊക്കെ ഇത്രമാത്രം സ്നേഹമുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു നല്ല സോങ് ആണ് അമേരിക്കൻ കഫേയിൽ അടുത്തതായിട്ട്. എവരും ആസ്വദിക്കൂ. തിരിച്ചെടുത്തു അമേരിക്കൻ കഫേയിലേക്ക്. യെസ്, അപ്പോൾ നമ്മൾ കുറച്ച് കോൾസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു കോളർ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതിനു മുൻപായിട്ട് നമ്മൾ പറഞ്ഞു വന്നിരുന്ന കഥ നമ്മൾക്ക് ഏതാണ്ട് പൂർത്തിയാക്കുവാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇരുട്ടും തണുപ്പും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു രാത്രിയിൽ നിലാവുദിച്ചപ്പോൾ വാനമ്പാടി അതിൻ്റെ നെഞ്ച് ഈ ഒരു റോസാ ചെടിയുടെ അതിൻ്റെ മുള്ളുകളിലേക്ക് തറപ്പിച്ചുകൊണ്ട് അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ പാട്ട് പാടുവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സംഗീതം കേട്ടപ്പോൾ ആ രാത്രിക്ക് മുഴുവനും ഒരു പ്രത്യേക ഭംഗി വന്നതുപോലെ തോന്നി. ആ ഗാർഡനിലുള്ള മറ്റൊരുപാട് ചെടികൾ ഈ ഒരു റോസാ ചെടിയുടെ മേൽ ഇതിൻ്റെ ഒരു ജീവൻ സമർപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് ദുഃഖത്തോടെയാണെങ്കിലും അവരൊക്കെ വിചാരിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് ഈ ഒരു നൈറ്റിംഗേൾ ഇങ്ങനെയൊരു സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന്. പക്ഷേ ഈ ഒരു സംഗീതം കേട്ടുകൊണ്ട് അങ്ങ് ദൂരെ ഇരിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞില്ലേ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ കഥാനായകൻ, അയാൾ പറഞ്ഞു നല്ല സംഗീതമാണത് കേൾക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടോ അതിന് വലിയ അർത്ഥമോ വ്യാപ്തിയോ ഒന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് പക്ഷികളൊക്കെ ഇങ്ങനെയുള്ള സംഗീതം നടത്തുന്നത് എന്ന്. അപ്പോൾ പൊതുവെ മനുഷ്യരുടെ ചിന്തകളുടെ വ്യത്യസ്തതയാണ് അതിൽ കാണിക്കുന്നത്. എന്ത് തന്നെ ആയാലും പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും ആ റോസാ ചെടിയിൽ മനോഹരമായൊരു ചുവന്ന റോസാപ്പൂ ഉണ്ടാവുകയും അതിൻ്റെ താഴെ ഈ ഒരു പാവം കിളി മരിച്ചു കിടക്കുകയും ചെയ്തു.
നമ്മളുടെ ഈ ഒരു കഥാനായകൻ വീണ്ടും ഈ ഒരു റോസാച്ചെടി കണ്ടിട്ട് വളരെ അത്ഭുതത്തോടുകൂടി റോസാപ്പൂവും പറിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ട കൂട്ടുകാരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൂട്ടുകാരി ഇവൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് റോസാപ്പൂ ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ വേണ്ടിയിരുന്നത് എന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു, അതെന്താ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പറയാൻ? അല്ല, എനിക്ക് ഒരുപാട് നല്ല സമ്മാനങ്ങളുമായി ഗിഫ്റ്റുകളുമായി മറ്റൊരാൾ വന്നിരിക്കുന്നു. അയാൾ എനിക്ക് വളരെ വില കൂടിയ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള നല്ല ജ്വല്ലറിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിന്ന് അതണിഞ്ഞുകൊണ്ടാണ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ വലിയ ആ ഒരു പാർട്ടിക്ക് പോകുന്നതെന്ന്. ഇത് കേട്ട ഉടനെ ഈ ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് സങ്കടമായി. അവൻ ദുഃഖിച്ചുകൊണ്ട് ആ പൂവ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവളെ വിളിക്കുകയാണ്, നീ ഒരു സത്യസന്ധതയില്ലാത്തൊരു വ്യക്തിയാണ്, നീ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്ത ഒരുത്തിയാണ് എന്ന്. പക്ഷെ ഇത് കേട്ട ഉടനെ ഇവൾക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. ഇവളിവനെ തിരിച്ചും പറയുകയാണ്, എനിക്ക് സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയണ്ട, പക്ഷേ നീ എത്ര റൂഡായിട്ടാണ് സ്ത്രീകളുടെ അടുത്ത് പെരുമാറുന്നത് എന്ന്. എന്തായാലും ആ ഒരു പ്രണയവും അവരുടെ പ്രണയ ജീവിതവും ഇവൻ്റെ പ്രതീക്ഷകളും ഒക്കെ ആ ഒരു നിമിഷം അവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമ്മളെ കാത്ത് മറ്റൊരു നല്ല സോങ് ഉണ്ട് അമേരിക്കൻ കഫേയിൽ. അപ്പോൾ അത് കാണാം, ആസ്വദിക്കാം, തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലി. നമ്മുടെ സരസ്വതി ആൻറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു കേട്ടോ ആ ഒരു സോങ്. ഇവിടെ ഇല്ലായിരുന്നു, കണ്ടിട്ട് നമ്മൾ വളരെ അന്വേഷിച്ച് കണ്ടെത്തി പ്ലേ ചെയ്ത ആ ഒരു സോങ്. അതുകൊണ്ട് ആ ഒരു ഇന്നത്തെ നമ്മുടെ കോളേജും നമ്മുടെ ലെറ്റേഴ്സും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞൊരു കഥയുണ്ട്, അതായത് ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ്, ഓസ്കാർ വൈൽഡിൻ്റെ കഥ. അത് പൂർത്തിയാവുന്നത് ഇങ്ങനെയാണ്. പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പോയ ആ റോസാപ്പൂ ചെളിയിൽ കിടന്ന് അതിൻ്റെ മേലെ കൂടെ ഒരു കാട്ട്വീൽ പോയി അത് അവിടെ തന്നെ അത് അവസാനിക്കുകയാണ്. അത് ഉദ്ദേശിച്ചതെന്തോ, അത് ആഗ്രഹിച്ചതെന്തോ അതതിന് നേടാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആത്മഗതത്തോടെ നമ്മളുടെ കഥാനായകൻ പ്രണയിതാവ് മുൻ കാമുകൻ പറയുകയാണ്, പ്രണയം എന്ന് പറയുന്നത് ജീവിതത്തിൽ നടക്കില്ലാത്ത ചില സ്വപ്നങ്ങൾ നൽകുന്ന ഒരു മരീചിക മാത്രമാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് പ്രണയം. അതൊരിക്കലും സത്യമല്ല, ഒരിക്കലും സത്യമാവുകയുമില്ല. ഇതിനു വേണ്ടിയൊക്കെ സമയം കളയുന്നതിലും നല്ലത് ഞാൻ പിറകെ പോയി മറ്റെന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് കടന്നുപോയി വലിയൊരു പുസ്തകം തുറന്ന് മെറ്റാഫിസിക്സ് പഠിക്കുവാൻ തുടങ്ങുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ ജീവൻ നഷ്ടപ്പെടുത്തിയ വാനമ്പാടിക്കോ അതല്ല എങ്കിൽ ഇഷ്ട കാമുകിക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും നഷ്ടപ്പെടുവാൻ തയ്യാറായി നിന്ന നമ്മുടെ കാമുകനോ ഒന്നും ജീവിതത്തെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ചുള്ളോ സത്യസന്ധമായ ഫീലിങ്സ് എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ചില റോസാപ്പൂക്കളുണ്ട്, അതിൻ്റെ വില എന്താണെന്ന് ചില സമയങ്ങളിലെങ്കിലും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ കിട്ടുന്ന ഇത്തരം ചില നല്ല അനുഗ്രഹങ്ങളെ കൊണ്ടുപോകുവാനും അതല്ലെങ്കിൽ അത് തിരിച്ചറിയുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ പൂർത്തിയാക്കുന്നു. യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.